അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ സ്നേഹസദസ്സിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും സമാധാനവും നിറച്ചു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ നീക്കിത്തരികയും ഇരുലോകത്തും വിജയികളായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതിൽ തന്നെ ചില ദിവസങ്ങൾക്ക് അള്ളാഹു വലിയ മഹത്വവും പവിത്രതയും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളുടെ നേതാവാണ് സയ്യിദുൽ അയ്യാം എന്നറിയപ്പെടുന്ന പുണ്യ വെള്ളിയാഴ്ച. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച വെറുമൊരു ദിവസമല്ല, അതൊരു പെരുന്നാളാണ്. ആഴ്ചയിലെ പെരുന്നാൾ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണെന്ന് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. മനുഷ്യകുലത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. അവിടുത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയതും ഒരു വെള്ളിയാഴ്ചയാണ്. ഇനി ലോകം അവസാനിക്കുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം തുടങ്ങുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. ഒരു മുഅ്മിൻ അശ്രദ്ധമായി ചിലവഴിക്കാൻ പാടില്ലാത്ത സമയമാണത്. ഈ പുണ്യദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഹബീബായ നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് അന്ന് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് വെളിപ്പെടുത്തുന്നതാണ്. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അവിടുന്ന് മണ്ണായി പോയ ശേഷം എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങേക്ക് വെളിപ്പെടുത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, തീർച്ചയായും അള്ളാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങളെ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇവിടെ ഇരുന്നു ചൊല്ലുന്ന ഓരോ സ്വലാത്തും, സ്നേഹത്തോടെ നമ്മൾ ഉരുവിടുന്ന ഓരോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വചനവും, മദീനയിലെ ആ പച്ച കുബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്നയാളുടെ മകൻ ഇന്നയാൾ അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു എന്നവർ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ പരം വലിയൊരു ഭാഗ്യം ഒരു വിശ്വാസിക്ക് എന്തു വേണം? അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മുഴുവനും സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട ഒരു സമയത്തെക്കുറിച്ചും ആ സമയത്ത് ചൊല്ലേണ്ട വളരെ മഹത്തായ ഒരു ദിക്റിനെക്കുറിച്ചുമാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി കളയുന്ന, എന്നാൽ മലക്കുകൾ പോലും അസൂയയോടെ നോക്കുന്ന ഒരു സമയമാണത്. അതേപ്പോഴാണെന്നറിയാമോ? വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള സമയം. അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള ആ കുറഞ്ഞ സമയം. സൂര്യൻ അസ്തമനത്തിലേക്ക് നീങ്ങുന്ന, പകൽ വെളിച്ചം മങ്ങി തുടങ്ങുന്ന ആ സമയം. ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്, സാഅത്തുൽ ഇസ്തിജാബ. ഒരു മുസ്ലിമായ അടിമ വുളൂഅ് ചെയ്ത് നിസ്കാരത്തിൽ മുഴുകി, അല്ലെങ്കിൽ നിസ്കാരം കാത്തിരുന്നുകൊണ്ട് അള്ളാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അള്ളാഹു അത് അവന് നൽകിയിട്ടല്ലാതെ ആ സമയം കടന്നുപോവുകയില്ല. ആ സമയം ഏതാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹദീസുകളുടെ വെളിച്ചത്തിൽ ഉറപ്പിച്ചു പറയുന്നത് അത് അസ്ർ നിസ്കാരത്തിന് ശേഷമുള്ള സമയമാണ്, പ്രത്യേകിച്ചും മഗ്രിബിനോട് അടുത്ത സമയമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരാഴ്ച മുഴുവൻ നമ്മൾ കാത്തിരുന്ന പുണ്യ വെള്ളിയാഴ്ച നമ്മോട് വിട പറയാൻ പോവുകയാണ്. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴുകയാണ്. ഇനി ഇതുപോലൊരു വെള്ളിയാഴ്ച കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ആ അവസാന നിമിഷങ്ങളിൽ അള്ളാഹു തന്റെ ഖജനാവുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ചോദിക്കുന്നവർക്ക് വാരിക്കോരി നൽകാൻ അവൻ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാനോ, അങ്ങാടിയിൽ കറങ്ങി നടക്കാനോ, മൊബൈലിൽ സമയം കളയാനോ ഉള്ള സമയമല്ല അത്. അസർ നിസ്കരിച്ചാൽ കഴിയുമെങ്കിൽ പള്ളിയിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കുക. ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരുന്ന് മനസ്സ് മുഴുവൻ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും തിരിക്കുക. ഈ സമയത്ത് ചൊല്ലാൻ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു അമല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കേവലം കുറച്ചു മിനിറ്റുകൾ മാത്രം മതി അത് ചൊല്ലിത്തീർക്കാൻ. പക്ഷേ അതിന്റെ പ്രതിഫലം, അള്ളാഹുവാണ് സത്യം, നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അതെന്താണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഒരു പ്രത്യേക സ്വലാത്താണിത്. ഹദീസുകളിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാരത്തിന് ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപായി 80 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ 80 വർഷത്തെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല 80 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അവന് എഴുതപ്പെടുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, 80 വർഷം. നമ്മളിൽ പലരും 80 വർഷം ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തവരാണ്. അഥവാ ജീവിച്ചാൽ തന്നെ അതിൽ എത്രയോ വർഷങ്ങൾ നമ്മൾ അശ്രദ്ധമായി കളഞ്ഞവരാണ്.
എത്രയോ പാപങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. ചെറിയ പാപങ്ങൾ, വലിയ പാപങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്. നമ്മുടെ റബ്ബിന് മാത്രമേ അതിന്റെ കണക്കറിയൂ. ഒരു 80 വർഷം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയേക്കാവുന്ന അത്രയും പാപങ്ങൾ കേവലം ഒരൊറ്റ വെള്ളിയാഴ്ച അസറിന് ശേഷം ഒരു 10 മിനിറ്റ് ചിലവഴിച്ചാൽ അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഓഫർ വേറെന്തുണ്ട്? അതുമാത്രമല്ല, 80 വർഷം നമ്മൾ നോമ്പ് നോറ്റ് രാത്രി നിന്ന് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്താലുള്ള പ്രതിഫലം നമ്മുടെ അമലുകൾ എഴുതുന്ന ഏടിൽ മലക്കുകൾ എഴുതി ചേർക്കും. എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്! നമുക്ക് സ്വർഗം നൽകാൻ വേണ്ടി അവൻ എത്രയെത്ര അവസരങ്ങളാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഏതാണ് ആ പുണ്യമായ സ്വലാത്ത്? വളരെ ചെറിയ എന്നാൽ അർത്ഥഗർഭമായ ഒരു സ്വലാത്താണിത്. നിങ്ങളത് മനഃപ്പാഠമാക്കണം. ആ സ്വലാത്ത് ഇതാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വസല്ലിം തസ്ലീമ. ഇതിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത്, കാരുണ്യം വർഷിക്കണമേ. എങ്ങനെയുള്ള നബിയാണ്? അന്നബിയുൽ ഉമ്മി, ഉമ്മിയായ പ്രവാചകൻ. അതായത് എഴുത്തും വായനയും അറിയാത്ത, ഭൗതികമായ ഒരു ഗുരുനാഥന്റെയും അടുത്തുപോയി പഠിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവുകൾ പകർന്നു കിട്ടിയ പരിശുദ്ധനായ പ്രവാചകൻ. അവിടുത്തെ കുടുംബത്തിന്റെ മേലും നീ സ്വലാത്തും സലാമും രക്ഷയും സമാധാനവും വർഷിക്കണമേ. ഈ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മി എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ചത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അവിടുത്തെ അറിവ് ഈ ലോകത്തുള്ള ആരിൽ നിന്നും പകർന്നു കിട്ടിയതല്ല, അത് സാക്ഷാൽ റബ്ബുൽ ആലമീനായ അള്ളാഹു നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഈ സ്വലാത്താണ് 80 തവണ ചൊല്ലേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ ഇത് പ്രാവർത്തികമാക്കേണ്ടത്? വെള്ളിയാഴ്ച അസർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുന്യാവിന്റെ തിരക്കുകളെല്ലാം മാറ്റിവെക്കുക. അസർ നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീടുകളിൽ വെച്ചോ നിർവഹിക്കുക. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ എഴുന്നേറ്റ് പോകരുത്. ആ ഇരുന്ന ഇരുപ്പിൽ തന്നെ വുളുഓടുകൂടി ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്ന് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അവിടുത്തെ റൗള ഷരീഫ് മനസ്സിൽ കണ്ടുകൊണ്ട്, അങ്ങേയറ്റം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചൊല്ലുന്ന വാക്കുകളുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് 80 തവണ ഈ സ്വലാത്ത് ചൊല്ലുക. ഓരോ തവണ ചൊല്ലുമ്പോഴും എന്റെ റബ്ബ് ഇത് കേൾക്കുന്നുണ്ടെന്നും ഇതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുന്നുണ്ടെന്നും മദീനയിലെ ഹബീബ് ഇത് അറിയുന്നുണ്ടെന്നുമുള്ള ബോധം നമുക്കുണ്ടാവണം. ഒരു 80 തവണ ചൊല്ലാൻ എത്ര സമയം വേണ്ടിവരും? വളരെ സാവധാനം ചൊല്ലിയാൽ പോലും 10-15 മിനിറ്റ് മതിയാകും. നമ്മുടെ ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ നമ്മൾ വെറുതെ കളയുന്നു. ഒരു 15 മിനിറ്റ് നമ്മുടെ 80 വർഷത്തെ പാപമോചനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയില്ലേ? ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ ദിക്റുകളിലും ദുആകളിലുമായി മുഴുകുക. ആ സമയം ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആവശ്യങ്ങളും എന്ത് വിഷമങ്ങളും റബ്ബിനോട് തുറന്നു പറയാം, കരഞ്ഞു ചോദിക്കാം. കടബാധ്യതകൾ കൊണ്ട് വലയുന്നവരുണ്ടാകാം, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാകാം, മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ടാകാം, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. എല്ലാവരോടും പറയാനുള്ളത്, വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയം നിങ്ങൾ പാഴാക്കരുത്. ആ സമയത്ത് ഒഴുക്കുന്ന കണ്ണുനീരിന് അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ, ഔലിയാക്കൾ ഈ സമയം മുതലെടുക്കുന്നതിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു. വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ അവർ പള്ളിയിൽ തന്നെ ഇഅ്തികാഫിരിക്കും, ആരോടും സംസാരിക്കില്ല. മഗ്രിബ് വരെ ഇബാദത്തിൽ മുഴുകും. കാരണം അവർക്കറിയാം, നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അത്രയും വിലപ്പെട്ട സമയമാണതെന്ന്. നമ്മളും അത് ശീലമാക്കണം. വരാനിരിക്കുന്ന വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനൊരു മാറ്റം വരുത്താം. അസർ നിസ്കാരത്തിന് ശേഷം 80 തവണ ഈ പുണ്യ സ്വലാത്ത് ചൊല്ലി നമ്മുടെ പാപങ്ങളുടെ ഭാണ്ഡം ഇറക്കിവെച്ച് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു തആല നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് ജീവിപ്പിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെയും അല്ലാതെയും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു അവന്റെ തിരുസന്നിധിയിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ അവസാന സമയം ഈമാൻ സലാമത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യസന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ കൂടാതെ ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, അവരുടെയെല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണമേ. രോഗങ്ങളുള്ളവർക്ക് നീ കാമിലായ ശിഫ നൽകണമേ. കടങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് അത് വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ യാ മൗലാനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.